ഹായ് ഗായ്സ്. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാം എല്ലാവർക്കും ഞാൻ വളരെയധികം മീൻ ഭ്രാന്തുള്ള ഒരുത്തനാണ്. ഞാൻ മീനിനോട് വളരെയധികം ഓർണമെൻ്റൽ ഫിഷിനോടൊക്കെ വളരെയധികം താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഒരുപാട് പോണ്ടുകളുണ്ട്. നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ പോണ്ടുകളാണ്. കട്ട വെച്ച് അടുക്കിയിട്ട് ടാർപോളി ഷീറ്റിട്ട് അങ്ങനെ പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച്. അല്ലാതെ നമ്മൾ ഈ JCB വെച്ച് കുഴിയെടുത്തിട്ട് അതിൽ പടുതാക്കുളം പോലെ ഷീറ്റിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള കുളങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ ഓർണമെൻ്റൽ ഫിഷിങ് കിടപ്പുണ്ട്. നമുക്ക് കഴിക്കാൻ പാകത്തിലുള്ള വരാൽ, ആസാം വാള അങ്ങനെയുള്ള മീനുകളും ഇവിടെ അവൈലബിളാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് കുറച്ച് വരാൽ സെറ്റായതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ബാച്ച് ഉള്ളത് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മരം ഒക്കെ ഒന്ന് മോശമായി ഇടിമുട്ടിയതാണെന്ന് തോന്നുന്നു. മുട്ടി അങ്ങനെ അതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമ്പുകൾ, ശിഖരങ്ങളെല്ലാം ഈ മഴ പെയ്ത് കാറ്റത്തൊക്കെ കുറേയൊക്കെ ഒടിഞ്ഞു താഴെ വീണപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഒരു ടാങ്ക് പണി കിട്ടിയിട്ടുണ്ട്. മരത്തിൻ്റെ എന്തോ കമ്പ് കൊണ്ടതാവാം, ഷീറ്റ് കീറി വെള്ളം നിൽക്കുന്നില്ല, വെള്ളം ലീക്കായി പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഓർണമെൻ്റൽ ഫിഷിനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോറ ഇവിടെ കിടപ്പുണ്ട്. ഡോറയാണ് എനിക്ക് കൂട്ടിന് എല്ലാത്തിനും പണി ചെയ്യാൻ എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ട് ആൾ. അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് കോഴിക്കൊക്കെ തീറ്റ കൊടുത്തിട്ട് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാനതിൽ ഒരു ചെറിയ കോഴിക്കാർപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ചുമ്മാ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പം അത്യാവശ്യം സൈസായിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ആ ഒരു സന്തോഷം എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഫിഷിനെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനെ ഇന്ന് നമ്മുടെ വേറൊരു പോണ്ടുണ്ട്. അതിൽ കുറച്ച് ജെയിൻറ്റ് ഗൗരാമിയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കോഴിക്കാർപ്പും ഏഞ്ചലൊക്കെ കിടപ്പുണ്ട് ഈ പോണ്ടിൻ്റെ അകത്ത്. അപ്പോൾ നമ്മളിതിനെ ഇന്ന് ഇതിലോട്ട് റിലീസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇതെല്ലാം ചെയ്യാനായിട്ട് തൃപ്തിയില്ല. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം എനിക്ക് വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റുന്നിടത്തോളം നോക്കാം. ഓക്കെ, എത്രത്തോളം ക്ലിയർ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഓറഞ്ച് കളറിൽ വൈറ്റ് കൂടെയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുള്ള കളറാണ്. എത്രത്തോളം ക്ലിയറായിട്ട് കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയില്ല. അതിൻ്റെ ഭംഗി ഡോറ നിൽപ്പുണ്ട്. ഡോറയാണ് നമുക്കെല്ലാത്തിനും കൂടെ ഉള്ളത്. 24 hours എൻ്റെ കൂടെ തന്നെയാണ് ഡോറ. ഞാൻ പറഞ്ഞാൽ പോണ്ട് ഇതായിരുന്നു. ഇതിൽ കണ്ടില്ല, ഈ മരം ഇതിൻ്റെ ശില്ല എല്ലാം ഒടിഞ്ഞ് വീണ് എൻ്റെ ഷീറ്റ് മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലിനി കുറച്ചു നമ്മുടെ പ്ലാറ്റി മിക്സ്ഡ് ഗപ്പിയെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അതിനെല്ലാം പിടിച്ചൊന്ന് സെറ്റ് ചെയ്യണം. ഇതിൽ ഫുൾ അസോളയാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കോഴിക്ക് കൊടുക്കാം. ബാക്കി ടാങ്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് എവിടെയാണ് കീറൽ ഒട്ടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഒട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പുതിയ ഷീറ്റ് വിരിച്ച് വീണ്ടും നമ്മൾ മീനിനെ ഇതിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് അതിൻ്റെ ആ ഒരു സൈഡ് വ്യൂ ഫിഷിൻ്റെ. നമുക്കിതിനെ ഇതിലേക്ക് റിലീസ് ചെയ്യാം. എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോകുമെന്നൊന്നും എനിക്കറിയില്ല. ഒരു മയത്തിലൊക്കെയാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. റിലീസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഒരു ചെറിയ വീഡിയോ ഇട്ടതാ. ഇനി വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. വീണ്ടും സന്ധിക്കും വരയ്ക്കും. വണക്കം.